നമ്മളേതാണ്ട് 47 കഴിഞ്ഞു. ഇത് 47ാമത്തെ പ്രഭാഷണം. ഈ 47 പ്രഭാഷണങ്ങളിലൂടെ എത്ര പേരാണ് ഉണർന്നിട്ടുള്ളത്? എത്ര പേരാണ് ഇപ്പോഴും ഉറക്കത്തിൽ തന്നെ കഴിയുന്നത്? ഉറക്കത്തിൽ തന്നെ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നിലെ ഞാനിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഉണർവിലേക്ക് ഉണർന്നിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണ്? തന്നിൽ തന്നെയുള്ള, ഉണ്ടായിട്ടും അറിയാതിരിക്കുന്ന, തൻ്റെ യഥാർത്ഥ സ്വരൂപമായിരിക്കുന്ന തന്നിലെ താനിലേക്ക് ഉണരാത്തവർ. നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കണം. വേറെ ആർക്കും അതിനകത്ത് നിങ്ങൾ കയറി പരിശോധിക്കാൻ കഴിയില്ല. നിങ്ങൾ തന്നെയാണ് മാർക്കിടേണ്ടത്. നിങ്ങൾ തന്നെയാണ് ഗുരു. എല്ലാം നിങ്ങൾ തന്നെയാണ്. വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഏതിലാണിരിക്കുന്നത്? നിങ്ങളിലെ ഞാനിലാണോ? നിങ്ങളിലെ താനിലാണോ? ഞാനിലാണെങ്കിൽ നിങ്ങളെവിടെയാണ്? നരകത്തിലാണ്. നിങ്ങളിൽ തന്നെയുള്ള നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപമായിരിക്കുന്ന ആ ഈശ്വരനിലേക്ക് നിങ്ങൾ നിങ്ങളെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിൽ നിന്നും നിങ്ങളെ ഉദ്ധരിപ്പിച്ചിരിക്കുന്നു സ്വർഗത്തിലേക്ക്. ആ സ്വർഗമെന്ന് പറയുന്നത് നിത്യസ്വർഗമാണ്. സാധാരണ പറയുന്ന സ്വർഗം നരകം എന്ന് പറയുന്നത് നശ്വരമായ 2 മേഖലകളാണ്. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ, ഒന്ന് സ്വർഗം, ഒന്ന് നരകം. ആ സ്വർഗമല്ല ഇത് അമരത്വം, ഒരിക്കലും നാശമില്ലാത്തത്. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. സ്വർഗവും നരകവും അതിനപ്പുറമുള്ളതാണ് മോക്ഷം. മോക്ഷത്തിലേക്കാണ് ഉണരേണ്ടതായിട്ടുള്ളത്. നിങ്ങളിലെ ആ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ, അതിൽ സ്ഥിതി തുടരുന്നുണ്ടെങ്കിൽ, അപ്പോഴും നിങ്ങൾക്ക് ലൗകികത്തിൽ തുടരാം. നിങ്ങളിൽ ഞാനുണ്ടായിരിക്കും. ഞാനിന് എല്ലാ ലൗകിക കൃത്യങ്ങളിലും പങ്കെടുക്കാം. ഒന്നിൽ നിന്നും നിങ്ങൾ ഒഴിയണ്ട. ബി വിത്ത് ദ വേൾഡ്, ബി വിത്ത് എവ്രിതിങ്. ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, കുടുംബം കളയണ്ട, ഒരു കർമ്മങ്ങളിൽ നിന്നും ഒഴിയണ്ട. ബി വിത്ത് എവ്രിതിങ്. എല്ലാമായിട്ടിരിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബോധമുണ്ടായിരിക്കണം. എല്ലാമായിട്ടും ബന്ധപ്പെട്ട് കഴിയുന്ന ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന തന്നിലെ താൻ. അതിനെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഒരു സെൻ ഗുരുവായ റിഞ്ചായി സെൻ ഗുരുവാണ്. അല്ല, സെൻ ഗുരുവല്ല. ജൂത മതത്തിലെ റിബൽ സ്കൂളായ ഹിസദിസം എന്ന് പറയുന്ന ഈ സൂഫി സെൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ജൂതമതത്തിലുള്ള ഒരു റിബൽ മിസ്റ്റിക് സ്കൂളിൻ്റെ ഉപജ്ഞാതാവാണ് ബാൽ ഷെയിം. ജൂതമതത്തിലെ മിസ്റ്റിക് സ്കൂളിൻ്റെ ഫൗണ്ടറാണ് ബാൽ ഷെയിം. അദ്ദേഹം നിരന്തരമായിട്ട് ദിവസവും വൈകുന്നേരമാകുമ്പോൾ, സന്ധ്യ മയങ്ങുമ്പോൾ, അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ കടൽ തീരത്തേക്ക് ചെന്ന് രാത്രി മുഴുവനും ആ കടൽ തീരത്ത് തന്നെ ഇരിക്കാറുണ്ട്. വെളുപ്പാൻ കാലമാകുമ്പോൾ
അവിടുന്ന് എഴുന്നേറ്റ് പോകാറുണ്ട്. അതിനടുത്തുള്ള ഒരു കെട്ടിടം, അതിലെ വാച്ചർ നിരന്തരമായിട്ട് ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുമായിരുന്നു. ഇയാൾ ആരാണ്? ദിവസവും ഇങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇയാൾ പല ദിവസവും ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹം കടൽ തീരത്ത് ചെന്നങ്ങനെ മണലിൽ കുത്തിയിരിക്കും, നേരെ ഇരിക്കും, വടി പോലെ ഇരിക്കുന്നത് കാണാം. മണിക്കൂറുകളോളം അങ്ങനെ തന്നെ ഇരുന്നിട്ട് അവസാനം എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അപ്പോൾ പല ദിവസങ്ങളായിട്ട് ഈ ആൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട്, അങ്ങ് ദിവസവും ഇതുവഴി പോകുന്നുണ്ടല്ലോ, അങ്ങ് കടൽ തീരത്ത് ചെന്നിരിക്കുന്നുണ്ട്, അങ്ങ് വളരെയധികം സമയം ഇരിക്കുന്നുണ്ട്, അതിനുശേഷം എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട്, അങ്ങ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, നീ എന്നെ പല ദിവസങ്ങളിലും പിന്തുടരുന്നുണ്ട്, അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നീ എന്താണ് ചെയ്യുന്നത് ഇവിടെ? ഞാൻ ഇവിടെ വാച്ചറാണെന്ന് പറഞ്ഞു, ഈ കെട്ടിടത്തിൻ്റെ വാച്ചറാണ്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ വാക്ക് കിട്ടി, വാച്ചർ. ഞാനും വാച്ചറാണ്, ഐ എം ആൾസോ ദ വാച്ചർ. അദ്ദേഹം പൊട്ടിച്ചിരിച്ച് അയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. ഐ എം ആൾസോ എ വാച്ചർ, വാച്ചർ ഓഫ് ദി വാച്ചർ എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ വാച്ച് ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? ആ ഞാൻ എന്നിലെ തന്നെ വാച്ച് ചെയ്യുന്നു. എന്നെയും വാച്ച് ചെയ്യുന്നു, എന്നിലെ തന്നെയും വാച്ച് ചെയ്യുന്നു. ഞാൻ സദാ എന്നിലെ തന്നെയാണ് വാച്ച് ചെയ്യുന്നത്. ആരാണ് എന്നിലെ താൻ? ആ സാക്ഷി ചൈതന്യത്തെ, വാച്ചറേയും വാച്ച് ചെയ്യുന്നു. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവൻ ഞാൻ, ഞാനിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷി ചൈതന്യം, ആ വാച്ചറേയും കണ്ടുകൊണ്ടിരിക്കുന്ന ദൃക്, മറ്റത് ദ്രഷ്ടാവ്. വേദാന്ത ഡിണ്ടിമത്തിൽ പറയുന്ന മന്ത്രം നമുക്കറിയാം, ദൃക് ബ്രഹ്മ ദ്വൗ പദാർത്ഥൗ പരസ്പര വിലക്ഷണഃ ദൃക് ബ്രഹ്മ ദൃശ്യം മായേതി വേദാന്ത ഡിണ്ടിമഃ. ദൃക് ബ്രഹ്മം, തന്നിലെ താൻ ബ്രഹ്മം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിട്ടും നിങ്ങൾ അറിയാതിരിക്കുന്ന, നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും സാക്ഷിയായിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം, അത് മരിക്കുന്ന അവസരത്തിൽ ഞാനുമായിട്ട് ചേർന്നാണ് പുറത്തു പോകുന്നത്. അതുകൊണ്ട് മോചനമില്ല, അത് ബന്ധിതമായിരിക്കുന്നു. നിങ്ങളിലെ യഥാർത്ഥ സ്വരൂപമായ തന്നിലെ താൻ, ആ ഈശ്വര ചൈതന്യം, ആ ബോധ ചൈതന്യം എന്തുമായിട്ടാണ് ബന്ധിതമായിരിക്കുന്നത്? അതിൻ്റെ പ്രതിബിംബമായ തന്നിലെ ഞാനുമായിട്ട്, നാമരൂപധാരിയായ നിങ്ങളിലെ ഞാനുമായിട്ട് ബന്ധിതമായിരിക്കുന്നു. അതിനെ മോചിപ്പിക്കേണ്ട സമയമാണ് ജാഗ്രത അവസ്ഥ. മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഈ ജാഗ്രത അവസ്ഥയിൽ അതിനെക്കുറിച്ച് ബോധവാനായി, ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, ഈ ഞാനിനെയും കണ്ടുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, എല്ലാവരിലും ഉള്ള ആ ചൈതന്യം. ഇവിടെ പറയുന്നതൊന്നും നിങ്ങളിലില്ലാത്തതല്ല, നിങ്ങൾക്കറിയാൻ പാടില്ലാത്തതല്ല, ഉണ്ടായിട്ടും നിങ്ങളറിയാതിരിക്കുന്നു. അതിനെ ഒന്ന് ഉണർത്തി വിടുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അത് ആർക്കും, അതിന് ഒരു തടസ്സവുമില്ല. നിങ്ങളുടെ ലൗകിക ജീവിത സാഹചര്യങ്ങളൊന്നും അതിന് തടസ്സമല്ല. നിങ്ങളുടെ ജന്മം തടസ്സമല്ല, നിങ്ങളുടെ ജാതി തടസ്സമല്ല, നിങ്ങളുടെ മതം തടസ്സമല്ല. നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ആരോ ആയിരിക്കട്ടെ, നിങ്ങൾക്ക് മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ, എന്താ മോക്ഷം? ഇനി
ജനിക്കാതിരിക്കണം. ഇനി ജന്മമേ ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഇല്ലേ, ഉണ്ടല്ലോ. അത് ശരിയാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിഞ്ഞിട്ടാണോ നിങ്ങൾ പറയുന്നത് ഇനി ജന്മമില്ല എന്ന്? നിങ്ങൾ സ്വയം വിചാരം ചെയ്തു നോക്കൂ. ഇനി ജന്മമേ ഇല്ല എന്ന് പറയുന്ന ആളുകൾ സ്വയം വിചാരം ചെയ്ത് അതിൻ്റെ ഉത്തരം കണ്ടെത്തൂ. മറ്റൊരാൾ പറയുന്നത് കേട്ട് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത്? ഈ ശരീരത്തിനകത്തിരിക്കുന്ന ജീവൻ പിരിയുകയാണ് ചെയ്യുന്നത്. ആ ജീവൻ നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ തന്നിലെ താനുമായിട്ട് യോജിച്ച് പിരിഞ്ഞു പോകും. ഇതപര്യന്തം ഏതെല്ലാം ജന്മങ്ങൾ നാം എടുത്തിട്ടുണ്ടോ, മനുഷ്യജന്മം, ഇതല്ലാതെ മനുഷ്യേതര ജന്മങ്ങൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. പട്ടിയായിട്ടും പൂച്ചയായിട്ടും കൃമിയായിട്ടും കീടമായിട്ടും ഒക്കെ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അതൊക്കെ നാം ചെയ്തിട്ടുള്ള കർമ്മഫലാനുസാരം അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി ഓരോരോ ശരീരങ്ങളിൽ കൂടി ജീവിച്ച് ആ ദുരിതങ്ങൾ മുഴുവനും അനുഭവിക്കുന്നത് കർമ്മഫലാനുസാരം, കർമ്മഫലം ഭുജിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭോക്താവാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതൊരാളാണോ ഈ അറിവിലേക്ക് ഉണർന്ന്, ആ അറിവിലേക്ക് ഉണരണമെങ്കിൽ എന്താ വേണ്ടത്? ആ അറിവ് കിട്ടുന്ന ആളുകളിൽ നിന്ന്, ആ അറിവ് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് അതിനെക്കുറിച്ച് ശ്രവിക്കണം, കേട്ട് അറിയണം. എൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ല, ഇതുപോലെ പറയുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ കാര്യമായിരിക്കണം പറയേണ്ടത്, ഈ കാര്യമായിരിക്കണം നിങ്ങളെ ഗ്രഹിപ്പിക്കേണ്ടത്. സത്സംഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിക്കേണ്ടത് ഇത് മാത്രമാണ്. എന്താ നിങ്ങൾ എന്ന് പറയുന്നത്? ഈ നാമരൂപധാരിയായ ഞാനല്ല, പിന്നെ ഈ നാമരൂപധാരിയെയും കണ്ടുകൊണ്ട് ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം ഈ ജന്മത്തിനും സാക്ഷിയാണ്. ഇതപര്യന്തം എത്ര ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടോ അത്രയും ജന്മങ്ങൾക്കും സാക്ഷിയാണ് ആ ചൈതന്യം. എത്രയെത്ര പ്രാവശ്യം നമ്മൾ ശരീരങ്ങൾ എടുത്തിട്ടുണ്ടോ അതേ സാക്ഷി ചൈതന്യം ഏകം. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ സർവഭൂതാദിവാസഃ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. ആ സ്വരൂപം, ആ സാക്ഷി സ്വരൂപം, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം ഇപ്പോൾ ജാഗ്രത അവസ്ഥയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിലെ ഞാൻ. ആ ഞാനിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന ദൃക് നിങ്ങളിലെ താൻ. അതാണ് ദൃക് ബ്രഹ്മ ദൃശ്യം മായ ഇതി വേദാന്ത ഡിണ്ടിമഹ. ഡിണ്ടിമം പെരുമ്പറ ഘോഷം, വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം. നിങ്ങളിലെ ഞാനും നിങ്ങളിലെ താനും ആ രണ്ടിനെയും തിരിച്ചറിഞ്ഞ് ഇതാണ് പ്രായോപവേശം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗംഗാതീരത്തെത്തിയ പരീക്ഷിത്ത് രാജാവിന് ശുകബ്രഹ്മർഷി നൽകിയ ഉപദേശവും. ആ കഥയൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ? തക്ഷകൻ കടിച്ച് 7 ദിവസത്തിനകത്ത് മരിക്കും. അദ്ദേഹം പരീക്ഷിത്ത് മഹാരാജാവ് മൃഗയാവിനോദാർത്ഥം സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ദാഹവും ക്ഷീണവും ഉണ്ടായി. അടുത്തുണ്ടായിരുന്ന ഒരു ആശ്രമത്തിലേക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ചെന്നു. അവിടെ ഒരു മുനി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് രാജാവ് ദാഹിക്കുന്നു, എനിക്കല്പം വെള്ളം വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ചില്ല, ചലിച്ചില്ല. അദ്ദേഹം സമാധിസ്ഥനായിരുന്നു, അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ മൂർധന്യത്തിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞില്ല, മനമറ്റ നിലയിലായിരുന്നു.
അപ്പോൾ ഇത് രാജാവിനെ അധിക്ഷേപിച്ചതാണ് എന്ന് മനസ്സിലാക്കി രാജാവിൻ്റെ ആ ശബ്ദത്തെ തിരിച്ചറിയാതെ തന്നെ പരിഹസിച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പെട്ടെന്ന് അടുത്ത് കണ്ട ചത്തുകിടന്ന ഒരു പാമ്പിൻ്റെ ശരീരത്തെ വില്ലുകൊണ്ട് തോണ്ടിയെടുത്ത് ആ മുനിയുടെ കഴുത്തിലിട്ടിട്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് കടന്നു പോവുകയാണ് ചെയ്തത്. ശമീകൻ എന്ന് പറയുന്ന ഋഷിയായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ മകൻ ശൃംഗി ദൂരെ മറ്റുള്ള കുട്ടികളുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇതറിഞ്ഞ മറ്റൊരു കുട്ടി വന്നു പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ അച്ഛനും പരമശിവനും ഒരേപോലെയാണ്. എന്താ, നിൻ്റെ അച്ഛൻ്റെ കഴുത്തിലും പാമ്പുണ്ട്, പരമശിവൻ്റെ കഴുത്തിലും പാമ്പുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം, പരമശിവൻ്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പ് ജീവനുള്ളതാണ്, നിൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പ് ചത്തതാണ്. ഇത് കേട്ടപ്പോൾ അച്ഛനെ പരിഹസിക്കുന്നത് കേട്ട ആ ശൃംഗിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ കോപാകുലനായി ആ കുട്ടി, 12 വയസ്സുള്ള ആ കുട്ടി, തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കുംഭത്തിൽ നിന്ന് ജലമെടുത്ത്, കൈക്കുള്ളിൽ ജലമെടുത്ത് മന്ത്രം ജപിച്ച് ആരാണോ ഇതിന് കാരണക്കാരനായിരിക്കുന്നത്, ആരാണോ എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ ഈ പാമ്പിൻ്റെ ശരീരത്തെ, ജഡത്തെ കോരിയിട്ടത്, അദ്ദേഹം 7-ാം ദിവസം തക്ഷകൻ്റെ കടിയേറ്റ് മരിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. അച്ഛൻ്റെ അടുത്ത് സമീപത്തേക്ക് പോയി കണ്ടപ്പോൾ തലച്ച് കരഞ്ഞുകൊണ്ട് ഈ കുട്ടി ചെന്നപ്പോൾ അച്ഛൻ ഉണർന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ കുട്ടി കാര്യം പറഞ്ഞു. ശാപത്തിൻ്റെ കാര്യവും പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അയ്യോ കുട്ടി, നീ തെറ്റല്ലേ കാണിച്ചത്. അദ്ദേഹം ആരാണ്? അദ്ദേഹം രാജാവല്ലേ? അദ്ദേഹം ഈ പ്രജകളെ സംരക്ഷിക്കുന്ന പ്രജാവത്സലനായ രാജാവല്ലേ? അദ്ദേഹത്തെ നീ ഇങ്ങനെ ശപിച്ചത് തെറ്റായിപ്പോയി. ഉടനെ തന്നെ ആശ്രമത്തിൽ നിന്ന് മറ്റൊരാളിനെ പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് അയച്ചു വിവരമറിയിച്ചു. രാജാവ് ഇത് മനസ്സിലാക്കി 2 തരത്തിലുള്ള കഥ അവിടുന്ന് പോകുന്നുണ്ട്. ഒരു കഥ എന്താണ്, തക്ഷകൻ എത്താത്ത തരത്തിൽ ഒറ്റ തൂണിലുള്ള ഒരു കൊട്ടാരം പണിഞ്ഞ് അതിനകത്ത് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ തീരുമാനിച്ചു. മറ്റൊന്ന്, താൻ ചെയ്തത് തെറ്റായിപ്പോയല്ലോ എന്ന് പശ്ചാത്തപിച്ച് ഇനി ഈ ശരീരത്തെ ത്യജിച്ചു കളയാം എന്ന് പറഞ്ഞ് പ്രായോപവേശം നടത്താൻ തീരുമാനിച്ച് ഗംഗാ സമീപത്തേക്ക് പോകുന്നു. ഇത് 2 തരത്തിലുള്ള കഥയുണ്ട്. ഒരു കഥയിൽ ആ 7-ാം ദിവസം എന്താ സംഭവിച്ചത്, അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം മന്ത്രവാദികളും വിഷഗുരന്മാരും ഒക്കെ വന്ന് ശ്രമം നടത്തി, എങ്കിലും സാധിച്ചില്ല. അവസാനം രക്ഷിക്കാനായിട്ട് കാശ്യപൻ എന്ന് പറയുന്ന ഋഷി അദ്ദേഹത്തെ എൻ്റെ നേരെ വരുന്നുണ്ട്. അതേസമയത്ത് തക്ഷകനും വേഷം മാറി ഒരു ബ്രാഹ്മണനായിട്ട് ആ തക്ഷകനെ സമീപിച്ച് കാശ്യപന് മനസ്സിലായില്ല ഇത് തക്ഷകനാണെന്ന്. വഴിയിൽ വെച്ച് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ കാശ്യപൻ പറഞ്ഞു, ഞാനിങ്ങനെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്, പരീക്ഷിത്ത് മഹാരാജാവിനെ രക്ഷിക്കാൻ പോവുകയാണ്. ഇങ്ങനെ സംഭവമെല്ലാം വിശദീകരിച്ച് 7-ാം ദിവസം തക്ഷകൻ അദ്ദേഹത്തെ കടിച്ചു കൊല്ലും എന്നുള്ള ശാപം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തക്ഷകൻ്റെ വിഷത്തെ ശമിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും സാധിക്കും. ഉടനെ തന്നെ ആ ബ്രാഹ്മണൻ വേഷം മാറി തക്ഷകൻ്റെ രൂപത്തിൽ ആ കാശ്യപൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആ തക്ഷകൻ്റെ വിഷത്തെ ശമിപ്പിക്കാൻ കഴിയുമെങ്കിൽ ദാ നോക്കൂ, ഈ ആൽമരത്തെ ഞാനൊന്ന് ദംശിക്കുകയാണ്. തക്ഷകൻ ആ അടുത്തു നിന്ന് ആൽമരത്തെ ദംശിച്ചു. ആ ആൽമരം മുഴുവനും കരിഞ്ഞുപോയി. ഇതിനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും കഴിയും. അത് ഭസ്മമായിപ്പോയി.
ആ ഭസ്മത്തെ മുഴുവനും കൂട്ടിവെച്ച് ശമീകൻ തൻ്റെ മന്ത്രസിദ്ധി ഉപയോഗിച്ച് അതിനെ പൂർവസ്ഥിതിയിലേക്ക് മാറ്റി. തക്ഷകൻ അത്ഭുതപ്പെട്ടു പോയി. അയ്യോ! അപ്പോൾ സൗമ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ വശീകരിച്ച്, അങ്ങയ്ക്ക് കൊട്ടാരത്തിൽ നിന്ന്, പരീക്ഷത്തിൽ നിന്ന് എത്രമാത്രം ധനം കിട്ടുമോ അതിൻ്റെ ഇരട്ടി ഞാൻ അങ്ങയ്ക്ക് തരാം എന്ന് പറഞ്ഞ് അതിൻ്റെ ഇരട്ടി അവിടെ വെച്ച് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരെ എല്ലാം ബ്രാഹ്മണന്മാരാക്കി കൊട്ടാരത്തിലേക്ക് വിട്ട് ഫല മാല്യാദികൾ ഒക്കെ കൊണ്ട് അവിടെ കൊണ്ടുപോയി. അപ്പോൾ വഴിയിലുള്ള കാവൽക്കാരൊക്കെ ഫലമൂലാദികളല്ലേ എന്ന് പറഞ്ഞ് ഫലമൂലാദികളുമായിട്ട് വന്ന ബ്രാഹ്മണരെ അകത്തേക്ക് കയറ്റിവിട്ടു. അതിൽ ഒരു ഫലത്തിനകത്ത് ഈ തക്ഷകൻ ഒരു പുഴുവായിട്ട് കയറി ഇരുന്നിരുന്നു. അതിമനോഹരമായ ആ പഴം തക്ഷകൻ്റെ പരീക്ഷിത്ത് രാജാവിൻ്റെ കൈകളിലെത്തി. അദ്ദേഹം അത് കീറി നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പുഴു ഇരിക്കുന്നത് കണ്ടു. കറുത്ത കണ്ണുകളോടുകൂടിയ ഒരു പുഴു ഇരിക്കുന്നത് കണ്ടു. അത് വേഷം മാറി അവിടെ വെച്ച് തന്നെ തക്ഷകൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പരീക്ഷിത്ത് രാജാവിനെ ദംശിച്ച് കൊല്ലുകയും ചെയ്തു. ഇതൊരു കഥ. ഇതിൻ്റെ അർത്ഥം എന്തെല്ലാമാണോ നമുക്ക് സംഭവിക്കേണ്ടതായിട്ടുള്ളത്, ആ ശാപമെന്ന് പറയുന്നത് ബ്രഹ്മരൂപത്തിൽ സംഭവിച്ചതാണ്. തക്ഷകനും ബ്രഹ്മം, എല്ലാം ബ്രഹ്മം. പരീക്ഷത്തും ബ്രഹ്മം, തക്ഷകനും ബ്രഹ്മം, വിഷവും ബ്രഹ്മം, എല്ലാം ബ്രഹ്മം. സർവം ഖലു ഇദം ബ്രഹ്മ. ഒന്നിൽ നിന്നും ഒരുത്തർക്കും മോചനമില്ല. അതുകൊണ്ട് ആ കഥ നമുക്ക് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു തന്നെ തീരും. അത് പ്രാരബ്ധം. ഇത് പരീക്ഷത്തിൻ്റെ പ്രാരബ്ധം. ഇത് മനസ്സിലാക്കിയ പരീക്ഷത്ത് മറ്റൊരു കഥയിൽ പറയുന്നത് എന്താണ്? പ്രായോപവേശം നടത്തുന്നതിന് വേണ്ടി ഗംഗാതീരത്ത് വന്ന് കുശപ്പുല്ലിട്ട് അവിടെ ശയിച്ചു. അപ്പോൾ അദ്ദേഹം പ്രായോപവേശം നടത്താൻ പോകുന്നു എന്നറിഞ്ഞ് വളരെ അവിടെയുള്ള സർവ്വ ഋഷിമാരും മഹർഷിമാരും മഹാത്മാക്കളും സാമന്ത രാജാക്കന്മാരും എല്ലാം അവിടെ എത്തി. അത് മംഗളകർമ്മം തന്നെയാണ് ശരീരം വെടിയുക എന്നുള്ളത്. എൻ്റെ സന്യാസ സമയത്തും ഇതുപോലെ നടന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ 7 ദിവസത്തെ സപ്താഹം നടത്തി ശരീരം വെടിയുന്നതിന് വേണ്ടി പറക്കും സ്വാമി വിഷ്ണുദേവാനന്ദ സ്വാമി ഗംഗാതീരത്ത് എത്തി. അദ്ദേഹത്തിൻ്റെ ആശ്രമം ഗംഗാതീരത്താണ്. ഭഗീരഥൻ തപസ് ചെയ്ത സ്ഥലത്തിനും കുറച്ച് മുകളിൽ, ആ ഗംഗോത്രി ക്ഷേത്രം ഇരിക്കുന്നതിനും കുറച്ച് മുകളിലായിട്ടാണ്. ഗംഗോത്രി ക്ഷേത്രം ഇരിക്കുന്നതിൻ്റെ മുൻപിൽ കൂടി ഒഴുകുന്ന ഗംഗാനദിയുടെ മറുവശത്താണ് ഭഗീരഥൻ തപസ് ചെയ്ത സ്ഥലം. പക്ഷേ അവിടെ പോകുന്ന ആളുകളോട് പറയുന്നത് ആ ഗംഗാനദി ക്ഷേത്രത്തിൻ്റെ, ഗംഗോത്രി ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുമ്പിലാണ് ഭഗീരഥൻ തപസ് ചെയ്ത സ്ഥലം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാനവിടെ പോയിരുന്നപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, ഇവിടെ അല്ല, ഭഗീരഥൻ്റെ യഥാർത്ഥ തപസ്ഥാനമെന്ന് പറയുന്നത് ഈ ഗംഗയുടെ മറുവശത്താണ്. അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധാനുസാരം 7 ദിവസം സപ്താഹം നടത്തി. അപ്പോൾ ഇത് സപ്താഹം നടത്തി ശരീരം വെടിയാൻ പോകുന്നു എന്ന കാര്യം നോട്ടീസ് അടിച്ച് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അതിന് ഭാഗവത സപ്താഹം നടത്താൻ പോകുന്ന ആൾ നമ്മുടെ ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം വഴി വിവരം അറിഞ്ഞപ്പോൾ ഈ കലിയുഗത്തിലും ഇപ്പോഴും അങ്ങനെ ഭാഗവത സപ്താഹം നടത്തി ശരീരം വെടിയാൻ ഒരാൾ തീരുമാനിച്ചിരിക്കുന്നു എങ്കിൽ അതിന് സാക്ഷിയാകണമല്ലോ എന്ന് പറഞ്ഞ് നമ്മളും വെച്ച് പിടിച്ചു അദ്ദേഹത്തോടൊപ്പം ഗംഗോത്രിക്ക്. അതിൻ്റെ കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രാരബ്ധാനുസാരം അദ്ദേഹത്തിന് ശരീരം വെടിയാൻ കഴിഞ്ഞില്ല. വീണ്ടും അദ്ദേഹം ഇത് 2009
1991 അല്ല 1991 2 വർഷം കൂടി അദ്ദേഹം ജീവിച്ചു. 1993 അദ്ദേഹം സമാധിയാകുന്നത്. അതിനും ഞാൻ പോയിരുന്നു. അത് ജലസമാധിയായിരുന്നു. മുറിയിലിരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ പത്രത്തിൽ റേഡിയോ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ താമസിക്കുന്ന മുറിയുടെ തൊട്ടടുത്ത വീട്ടിലെ ആൾ എന്നെ വിളിച്ചു പറഞ്ഞു, സന്ധ്യയ്ക്ക് സ്വാമിയുടെ ഗുരു സമാധിയായി അറിഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ഈ നമ്മുടെ സുഹൃത്തുമായിട്ട് സപ്താഹം നടത്താൻ പോയ ആളുമായിട്ട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, ശരിയാണോ? ശരിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ നമുക്ക് ഡൽഹിയിലെത്തണം. നാളെ ഡൽഹിയിലെത്തിയാലേ നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു എത്തണം. കാരണം ആ സപ്താഹം നടത്തി ശരീരം വെടിയാൻ തീരുമാനിച്ചിരുന്ന ആ സമയത്താണ് നമ്മുടെ സന്യാസം നടന്നത്. അപ്പോൾ നമ്മുടെ സന്യാസ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം വെടിയലിന് സാക്ഷിയാകണമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഡൽഹിയിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇരുന്ന ഇരിപ്പിലതിനുള്ള കാശൊക്കെ ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ആ കാലഘട്ടത്തിൽ. എന്തായാലും പിറ്റേ ദിവസം രാവിലെ അന്ന് ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. നമ്മുടെ മുറിയൊക്കെ വെള്ളത്തിൽ മുങ്ങി. ഈ വാൻഡ്രൂസ് ജംഗ്ഷൻ സോവിയറ്റ് കൾച്ചറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അവിടെ ഒരു വലിയ കുഴിയിലാണ് ഞാൻ താമസിക്കുന്ന കെട്ടിടം. ആ കുഴി മുഴുവൻ മുറിക്കകത്ത് ഏതാണ്ട് ഒരു 4 അടി വെള്ളം പൊങ്ങി. അതിനകത്ത് താമസക്കാർ ആ ചെങ്കച്ചൂളയുടെ സൈഡിൽ കൂടെ പോകുന്ന ആ ഓടയുണ്ടല്ലോ, ഭയങ്കര ഓട. ആ ഓടയിൽ ഇത്രയും നീളമുള്ള മത്സ്യങ്ങളാണ് അതിനകത്ത്. കാരണം ഓടയിലെ വെള്ളം മുറിക്കകത്തായി, എല്ലാം മുറിക്കകത്ത്. ആ സമയത്ത് ഈ അവസ്ഥയിലിട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഡൽഹിയിലേക്ക്. ഒരു വിമാനത്തിൽ കയറി ഡൽഹിയിലേക്ക് പോകില്ല എന്ന്, നമ്മൾ ബസ്സിൽ കയറിയിരുന്നാൽ ചില വണ്ടികൾ പോകില്ല എന്ന് പറയുന്നത് പോലെ ബോംബെയിൽ കൊണ്ടിറക്കി. അവിടുന്ന് വേറെ ഒരു ജെറ്റിൽ നമ്മൾ ഡൽഹിയിലേക്ക് കൊണ്ടിറക്കി. അങ്ങനെ ജെറ്റിലും കയറാൻ കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ഒരു വൈകുന്നേരമായപ്പോൾ ഡൽഹിയിലെത്തി. അവിടുന്ന് ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെത്തി. ആ മൃതദേഹവുമായിട്ട് ഉത്തരകാശിയിലെത്തി. ഉത്തരകാശിയിൽ നേത്താളിലാണ് അദ്ദേഹത്തിൻ്റെ ജലസമാധി നടന്നത്. ആ ജലസമാധിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ആ ശരീരം ഗംഗയിലേക്ക് വർഷിക്കാൻ സാധിച്ചു. ഇതൊക്കെ മഹാഭാഗ്യങ്ങളിലൊന്നായിട്ടാണ് കരുതുന്നത്. ആ സന്യാസം സ്വീകരിക്കുന്ന സമയത്ത് 7 ദിവസവും ആ സപ്താഹ ഭൂമിയിലിരുന്നു കൊണ്ട് അദ്ദേഹം ദിവസവും ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം അദ്ദേഹം എഴുതിച്ചിരുന്നു. ഒരു 200 പേജ് ബുക്ക് മുഴുവനും എഴുതിച്ച് അത് മുഴുവനും നാരായണ പർവ്വതത്തിൽ കൊണ്ട് സ്ഥാപിച്ചു. അതിൻ്റെ അപ്പുറത്താണ് നാരായണ പർവ്വതം. ആ നാരായണ പർവ്വതത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്, കുഴിച്ചു താത്തു. അപ്പോൾ അതൊരു ദിവ്യമായ അനുഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം വെടിയലും അദ്ദേഹം ശരീരം വെടിയുമെന്ന് പറഞ്ഞ സന്ദർഭത്തിലെ സന്യാസവും ഒക്കെ പ്രാരബ്ധാനുസാരം സംഭവിക്കുന്നതാണ്. അതുപോലെ പ്രാരബ്ധാനുസാരം സംഭവിച്ചതാണ് പരീക്ഷത്തിൻ്റെ ശരീരത്യാഗവും. ആ ശരീരം വെടിയുന്നതിന് വേണ്ടിയിട്ട് ഗംഗാതീരത്ത് പ്രായോപവേശം നടത്തുന്നതിന് വേണ്ടി വന്ന് കിടന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് ശുകദേവനും അവിടെ എത്തി. അപ്പോൾ ശുകദേവനോട് ഇങ്ങനെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ശുകദേവൻ ഈ ശരീരം വെടിയുന്നതിന് മുമ്പ്
അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച്, ഈ ശരീരം വെടിയുന്നതിന് മുമ്പ് ഞാൻ എന്താണ് അറിയേണ്ടത്? നമ്മളിവിടെ നിത്യേന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളാണ് ശുഗൻ പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്തത്. തന്നിലെ തന്നെ തിരിച്ചറിയുക. ആ ഭാഗവതത്തിലെ കഥകളൊക്കെ വേറെയായിട്ട് വരും. അതിൻ്റെ സംക്ഷിപ്ത രൂപമെന്ന് പറയുന്നത് തന്നിലെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ശുഗൻ അതിൽ പറയുന്നത് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിൽ വരുന്നതാണ്. സർവധീവൃത്യനുഭൂത സർവ ആത്മാ യഥാ സ്വപ്നജനേക്ഷിതൈക ഏകഃ തം സത്യമാനന്ദനിധിം ഭജതേ ന അന്യത്ര സജ്ജേത് യദ ആത്മപാതഃ. സർവബുദ്ധിവൃത്തികൾക്കും ആധാരമായിട്ട് നൽകുന്ന, സർവബുദ്ധിവൃത്തികളിലും വർത്തിക്കുന്ന ആ സർവാന്തര്യാമിയായ ആ ആത്മാ ഏകം. സ്വപ്നത്തിൽ നാനാവായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്ന പദാർത്ഥങ്ങളും ആരാണ്? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവൻ മാത്രം. ഇല്ലേ? നിങ്ങൾ സ്വപ്നത്തിൽ എന്തെല്ലാം കാണുന്നുണ്ടോ ആ കാണുന്ന മുഴുവൻ സ്ഥലങ്ങളും ആളുകളും പദാർത്ഥങ്ങളും എല്ലാം ആരാണ്? സ്വപ്നം കാണുന്നവൻ മാത്രം. അവനിലെ കൽപ്പനകൾ മാത്രം എന്ന് പറഞ്ഞാൽ അവൻ തന്നെ. അതുപോലെ സർവ ബുദ്ധിവൃത്തികളിലും അന്തര്യാമിയായിട്ട് വർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഏകമായ വസ്തുവിനെ നീ തിരിച്ചറിയണം. ആ ആനന്ദ സ്വരൂപത്തെ തിരിച്ചറിയണം. അതാണ് ആവശ്യമായിട്ടുള്ളത്. ശരീരം വെടിയുന്നതിന് മുൻപ് അന്യവസ്തുക്കളെക്കുറിച്ച് ശ്രദ്ധിക്കാതെ സദാസമയവും നിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മതത്വത്തെ തന്നെ സദാ വീക്ഷിക്കണം. അതിനുവേണ്ടിയാണ് മറ്റേ ഹസദിസം, ബാൽഷേം, കടൽ തീരത്ത് പോയി സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉദാഹരണം പറഞ്ഞത്. ഇത് ജൂതയിസത്തിലെ റിബൽ സ്കൂളിൻ്റെ, മിസ്റ്റിക് സ്കൂളിലെ ഗുരുവാണെങ്കിലും അതിനൊക്കെ ആധാരമായിട്ട് വർത്തിക്കുന്ന തത്വം ഭാരതീയ തത്വസംഹിത തന്നെയാണ്. അത് സൂഫിസത്തിലായാലും ശരി, സെൻ ബുദ്ധിസത്തിലായാലും ശരി, ഈ ഹസദിസത്തിലായാലും ശരി, എല്ലാത്തിലും രൂഢമൂലമായിട്ട് വർത്തിക്കുന്ന തത്വം ഭാരതീയ തത്വം തന്നെയാണ്. ബൈബിളിൽ പറയുന്നില്ലേ, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യുവർ ഹാർട്ട്. അല്ലേ? ദൈവ സാമ്രാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. എന്താ അത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. യേശുക്രിസ്തു എത്രയോ വർഷക്കാലം ഇവിടെ ഭാരതത്തിൽ ഭാരതീയ ഗുരുക്കന്മാരുടെ കീഴിൽ ഈ ഭാരതീയ തത്വശാസ്ത്രം അഭ്യസിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഈ ഭാരതീയ തത്വശാസ്ത്രം പൈതൃകമായിട്ട് കിട്ടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ തത്വം എന്താണെന്ന് ശരിക്ക് തിരിച്ചറിയാതെ ആണ് ജീവിച്ച് മരിക്കുന്നത് എങ്കിൽ എന്തു പ്രയോജനം? മനുഷ്യജന്മം കിട്ടിയിട്ട് എന്തു പ്രയോജനം? നിങ്ങൾ എന്തെല്ലാം നേടിയാലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. സൂര്യവംശത്തിലെ ഖട്വാങ്കൻ എന്ന് പറയുന്ന രാജാവ് അസുരന്മാരെ മുഴുവനും ജയിച്ചതിന് പാരിതോഷികമായിട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ ഖട്വാങ്കൻ പറഞ്ഞു, എനിക്കിനി എത്ര കാലം ജീവിതമുണ്ട് എന്ന് ചോദിച്ചു. ഒരു മുഹൂർത്തം മാത്രമാണ് ഇനി ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ നിമിഷം തന്നെ അവിടുന്ന് പോയി തൻ്റെ സർവവും ഉപേക്ഷിച്ച് ആ ഏകമായ വസ്തുവിനെ ധ്യാനിച്ച് മോക്ഷപ്രാപ്തനായി. മറ്റൊന്നും ആലോചിച്ചില്ല. പരീക്ഷത്തിന് 7 ദിവസം, നിങ്ങൾക്കോ
എത്രയോ ദിവസം, ഇനി എത്രയോ ദിവസമുണ്ട്. എന്നാൽ ഏത് നിമിഷവും അത് സംഭവിക്കാം, ഏത് നിമിഷവും സംഭവിക്കാം. മുകളിൽ കൂടി പറന്നു പോകുന്ന ഒരു വിമാനം പൊട്ടി താഴെ വീണ, നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് വീണ, തീർന്നില്ലേ? ഇല്ലേ? ഇന്നലെ ടി വിയിൽ നോക്കിയപ്പോൾ കാണാം, ഒരു വിമാനം വന്ന് ഒരു കെട്ടിടത്തെ ഇടിച്ച് നിരത്തുന്നു. അത് ചിലപ്പോൾ സിനിമയിലായിരിക്കും തോന്നുന്നു. കാരണം അത് പത്രത്തിലൊന്നും വാർത്തയായിട്ട് കണ്ടിട്ടില്ല. നേരത്തെ ഒരെണ്ണം സംഭവിച്ചതാണ് അല്ലേ? ബിൻ ലാദൻ അല്ലേ എന്നല്ലേ? അമേരിക്കയിലെ വിമാനം ഇടിച്ചു കയറ്റി വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത് കളഞ്ഞത്, അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇന്നലെ ടി വിയിൽ നോക്കിയപ്പം ഒരു കെട്ടിടത്തിലേക്ക് ഒരു വിമാനം ഇടിച്ച് കയറി, വിമാനം അതിനേക്കാളും വലിയ കെട്ടിടം ഇടിച്ച് കയറി തകർന്ന് വീഴുന്നത് കണ്ടപ്പോൾ, അപ്പോൾ അത് സിനിമയിലായിരിക്കും, ഏതെങ്കിലും സിനിമയിലായിരിക്കും എന്ന്. അപ്പോൾ അതുപോലെ 6 നിലയൊക്കെ ചീള് കേസുകൾ 100 നിലയൊക്കെയാണിപ്പോൾ. അപ്പോൾ ഈ ആകാശത്തുകൂടെ പോകുന്ന സാധനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം താഴെ വീണാൽ, അത് നമ്മുടെ കെട്ടിടത്തിലായാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഏത് നിമിഷവും. നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, എന്തല്ല കാറിൽ പോകുന്ന കാറിൻ്റെ മെയിൻ പ്ലേറ്റ് ഒന്ന് പൊട്ടിയാൽ എന്താ അവസ്ഥ? മിടുക്കനായ ഡ്രൈവർക്കൊന്നും ചെയ്യാനൊക്കെ ഇല്ല. നമ്മൾ ഇരിക്കുന്ന കാറ് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതിൻ്റെ മെയിൻ പ്ലേറ്റ് പൊട്ടിയാൽ ഏത് മിടുക്കൻ ഡ്രൈവറായാലും ഒന്നും ചെയ്യാനൊക്കില്ല. എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങോട്ട് ഇടിച്ച് തകരും. എന്താ സംഭവിക്കുന്നത്? പ്രാരബ്ധാനുസാരം ആ മെയിൻ പ്ലേറ്റ് പൊട്ടിക്കുന്നതാരാണ്? ഈശ്വരൻ. കർമ്മഫലം, പ്രകൃതി എല്ലാവരെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശ്വരനെ ജഗന്നിയന്താവ് എന്ന് പറയുന്നത്. ആ ഈശ്വരൻ എവിടെയായിരിക്കുന്നത്? വിതിൻ യുവർ ഹാർട്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അമ്പലങ്ങളിലൊക്കെ പോയി നിന്ന്, വിഗ്രഹത്തിൻ്റെ മുമ്പിലൊക്കെ പോയി നിന്ന് ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ ഇതും കൂടെ നിങ്ങൾ ഓർത്തുകൊള്ളണം. അതല്ല ഈശ്വരൻ, അത് കല്ലാണ്, അല്ലെങ്കിൽ മരമാണ്. ശിലൈവ ശിവലിംഗം. ആരാ? നാരായണ ഗുരു എഴുതിയിരിക്കുന്നത്. ന ദ്വിതീയം ശില്പിനാകൃതം. ശിലയാണ് ആ ശിവലിംഗമായിരിക്കുന്നത് എന്ന അറിവ് വിസ്മരിക്കരുത്. ജീവിതകാലം മുഴുവനും ഒരു ബിംബത്തിൻ്റെ മുമ്പിൽ അടിമയായിട്ട് കിടക്കാൻ വിധിച്ചിട്ടുള്ളതല്ല നമ്മുടെ ജീവിതം. ആ ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സ്വരൂപമായിട്ട് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിയെ തുറക്കണം, ജ്ഞാനദൃഷ്ടിയെ തുറക്കണം. അമ്പലങ്ങളെ ഒന്നും കുറ്റം പറയുന്നതല്ല, അതൊക്കെ വളരെ അത്യാവശ്യമാണ്. അമ്പലങ്ങളൊക്കെ ആർക്ക് വേണ്ടിയാണ് വച്ചിരിക്കുന്നത്? അജ്ഞാനാം ഭാവനാർത്ഥായ പ്രതിമാ പരികൽപ്പിത. അജ്ഞാനികൾക്ക് വേണ്ടി. ആരാ അജ്ഞാനി? നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തത്വത്തെ ശ്രവിച്ചിട്ടില്ലാത്ത, ബോധിച്ചിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ, അവരാണ് അജ്ഞാനികൾ. അവർക്ക് വേണ്ടിയാണ്. അവരെ കൂടെ ഉദ്ധരിപ്പിക്കണം, അവരെ കൂടെ ഈ നിലയിലേക്ക് ഉയർത്തണം. അങ്ങനെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ബോധിക്കാൻ വേണ്ടിയിട്ട് കല്ലിലും മരത്തിലുമൊക്കെ ഓരോ രൂപങ്ങൾ പണിഞ്ഞു വെച്ച് ഇതാണ് ഈശ്വരൻ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈശ്വരനായിട്ട് ആരാധിച്ചിരിക്കുന്നത് ഈ പ്രതിമകൾ പോലുമില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു കൊച്ചു മുറിക്കകത്ത് ഒരു ചുവരിൽ മഞ്ചന എന്ന് പറയുന്ന ഒരു സാധനം, ചുണ്ണാമ്പും മഞ്ഞളും ഒക്കെ കൂടെ അരച്ച് ഒരു ഇലയിൽ ചാലിച്ചിങ്ങ് തരും. 2 പൈസ എങ്ങാണ്ട് കൊടുത്താൽ അത് വാങ്ങിച്ച് അതുകൊണ്ട് ആ ചുവരിലടിക്കും. ആ ചുവരിലടിച്ചിട്ട് ഒരു സമയമാകുമ്പോൾ ആ ചുവരിലാണ് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത്. ഈശ്വരനാണെന്ന് സങ്കല്പിച്ച്.
ഒരുപാട് വളർച്ചയാണല്ലോ നമുക്കുണ്ടായിട്ടുള്ളത്. ആ പ്രാകൃത തരത്തിലുള്ള ആരാധന ഇപ്പോഴും നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. കാരണം ഈ അറിവുകൾ എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ, ഇപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഈ തരത്തിലുള്ള പൂജകൾ തന്നെയാണ് അവിടെ ഉള്ളത്. അതിനപ്പുറമുള്ള അറിവിലേക്ക് അവർ ഉണർന്നിട്ടില്ല. നമ്മളും ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിലല്ലേ നിൽക്കുന്നത്. ആ വിഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉയരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നമ്മളെല്ലാം വിഗ്രഹാരാധകരാണ്. അതാർക്ക് വേണ്ടിയാണ്? അജ്ഞാനാം ഭാവനാർത്ഥായ പ്രതിമാ പരികൽപ്പിത. പ്രതിമകൾ സൃഷ്ടിച്ചിരിക്കുന്നത് അജ്ഞാനികൾക്ക് വേണ്ടിയാണ്. നിങ്ങളിപ്പോൾ അജ്ഞാനികളാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്തുകൊണ്ടല്ല? നിങ്ങൾ എന്താണ് സത്യമെന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്നു. അത് അറിയുന്നുണ്ടോ അറിയുന്നില്ലയോ എന്നുള്ളത് നിങ്ങളുടെ കാര്യം. അത് അറിയാതിരിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയില്ല. കാരണം തിരിച്ചറിവ് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആരുടെ ഉള്ളിലാണ് ഇല്ലാത്തത്? നിങ്ങളുടെ കയ്യിലൊരു വസ്തു തന്നിട്ട് രണ്ട് വസ്തുക്കൾ നിങ്ങളുടെ രണ്ട് കൈകളിലായിട്ട് വെച്ച് തരുന്നു. വലത് കൈയിലിരിക്കുന്നത് വിഷമാണെന്നും ഇടത് കൈയിലിരിക്കുന്നത് കഴിക്കാനുള്ള വസ്തുവാണെന്നും പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വിഷത്തെ കളഞ്ഞിട്ട് കഴിക്കാനുള്ളതിനെ കഴിക്കും. എന്താ? തിരിച്ചറിവുള്ളത് കൊണ്ട്. വിഷം കഴിച്ചാൽ മരിക്കും എന്ന് നിങ്ങൾക്കറിയാമെന്നുള്ളത് കൊണ്ട് വിഷത്തിനെ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? ആ ബോധം നിങ്ങൾക്കുണ്ട്, തിരിച്ചറിവ് ഉണ്ട്. കാരണം മനുഷ്യനുള്ള അറിവ് അതാണ്, തിരിച്ചറിവുണ്ട്. മൃഗങ്ങൾക്കും മനുഷ്യർക്കും തമ്മിലുള്ള വ്യത്യാസം അതാണ്, തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവുള്ളത് കൊണ്ട് നിങ്ങളെന്താ തിരിച്ചറിയുന്നത്? ജീവനും ഈശ്വരനും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഞാനും താനും, എന്നിലെ ഞാൻ ജീവൻ, ആ ജീവൻ്റെ ആധാരമായിരിക്കുന്ന ഈശ്വരൻ എന്നിലെ താൻ എൻ്റെ ഉള്ളിലിരിക്കുന്നു. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് 46 പ്രഭാഷണങ്ങളിലൂടെയും നമ്മൾ കേട്ട് കഴിഞ്ഞു. 46 പ്രഭാഷണങ്ങൾ കേട്ടിട്ടും ഇതുവരെയും നിങ്ങൾക്ക് ആ ഈശ്വരനിലേക്ക് നിങ്ങളുടെ ദൃഷ്ടി തുറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ എന്ത് വിളിക്കണം? കണ്ണുണ്ടായിട്ടും അന്ധൻ, കുരുടനായിരിക്കുന്നു. കണ്ണ് തുറക്കുന്നില്ല. കണ്ണ് തുറക്കണം. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടും നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ ദൃഷ്ടിയെ തുറക്കുന്നില്ല. അന്തർനേത്രം. എന്താ അന്തർനേത്രം? അറിവാകുന്ന നേത്രം, ജ്ഞാനനേത്രം, ജ്ഞാനചക്ഷുസ്. ആരില്ല ഇല്ലാത്തത്? സ്വാമി എൻ്റെ ഉള്ളിൽ അതില്ല എന്ന് ആരെങ്കിലും പറയുമോ? ഞാൻ കുറഞ്ഞ ജാതിയാണ്, എൻ്റെ അതിൽ ശരീരത്തിലില്ല. അങ്ങനെയൊന്നും പറയാൻ ഒക്കില്ല. നീ ഏത് ജാതിയിൽപ്പെട്ടവനായാലും. സ്വാമി ഞാൻ മുസ്ലിമാണ്, എൻ്റെ ഉള്ളിൽ. നീ മുസ്ലിം ആയാലും എന്തുവാണ്? അതൊക്കെ കൽപ്പനകളാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ ജാതികളെല്ലാം കൽപ്പനകളാണ്. അതൊന്നും സത്യമല്ല. സത്യമായിട്ടുള്ളത് മനുഷ്യൻ എന്നുള്ള ആ ഭാവം മാത്രം. മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ തിരിച്ചറിവുണ്ട്. അത് ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാനായാലും ശരി, പുലയനായാലും ശരി, പറയനായിരുന്നാലും ശരി, ഇവിടെ ഒരു വ്യത്യാസവുമില്ല. ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ നീഗ്രോ എന്നോ അമേരിക്കക്കാരനെന്നോ ഇംഗ്ലണ്ടുകാരനെന്നോ യൂറോപ്യനെന്നോ ഒരു വ്യത്യാസവുമില്ല. സർവ്വ ആളുകൾക്കും ഒരുപോലെ ഉൾക്കൊള്ളാവുന്ന തത്വമാണ് ഭാരതീയ തത്വശാസ്ത്രം. അതാണ് സനാതനധർമ്മം, ഭാരതത്തിൻ്റെ പൈതൃകം ആയിട്ടുള്ളത്. അത് ഭാരതത്തിന് മാത്രമായിട്ടുള്ളതല്ല, സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. പട്ടിക്കും പൂച്ചയ്ക്കുമൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പട്ടിയും പൂച്ചയും ഒക്കെ എന്താ? നാളെ മനുഷ്യരൂപത്തിലേക്ക് വരാനുള്ളവരാണ്. ഇന്ന് പട്ടിയായിരിക്കുന്നു,
അതിൻ്റെ സമയം കഴിയുമ്പോൾ ആ ശരീരം മാറി വീണ്ടും പല പല ശരീരങ്ങളിൽ കൂടി വീണ്ടും മനുഷ്യ ശരീരത്തിലെത്തും. അതുകൊണ്ടാണ് പറഞ്ഞത് സർവചരാചരങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഏത്? ഈ തത്വം, ഭാരതീയ തത്വശാസ്ത്രം. അത് എവിടെ അടങ്ങിയിരിക്കുന്നത്? അതിനെയാണ് വേദം എന്ന് പറയുന്നത്, അറിവ്. ആ വേദങ്ങളിലെ ജ്ഞാനകാന്ഡമാണ് ഉപനിഷത്തുകൾ. പറഞ്ഞു 1180 ശാഖകൾ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയ്ക്ക് 1180 ഉപനിഷത്തുകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഋഗ്വേദത്തിന് 21 ശാഖകൾ, യജുർവേദത്തിന് 109 ശാഖകൾ, സാമവേദത്തിന് 1000 ശാഖകൾ, അഥർവവേദത്തിന് 50 ശാഖകൾ. എല്ലാത്തിനും കൂടി 1180 ഉപനിഷത്തുകളുണ്ട്. അതിൽ 1275ഓളം ഉപനിഷത്തുകൾ വെളിപ്പെട്ടിട്ടുണ്ട്. വെളിപ്പെടാതെ ഇരിക്കുന്ന ഉപനിഷത്തുകൾ അനവധിയുണ്ട്. അതിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് 175 200ഓളം ഉപനിഷത്തുകൾ വാങ്ങാൻ കിട്ടും. 175 180ഓളം ഉപനിഷത്തുകൾ എൻ്റെ കയ്യിലുണ്ട്. അതിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതിൽ ഈ 4 വേദങ്ങളിൽ പറയുന്ന ഉപനിഷത്തുകൾ, അതിൽ മഹാവാക്യങ്ങൾ, അതിൽ നിന്നാണ് മഹാവാക്യങ്ങൾ എടുത്തിട്ടുള്ളത് അല്ലേ? ഋഗ്വേദത്തിലെ മഹാവാക്യം എന്താണ്? പ്രജ്ഞാനം ബ്രഹ്മ അല്ലേ? അല്ല, അത് ഐതരേയ ഉപനിഷത്ത്. ഋഗ്വേദം ഐതരേയ ഉപനിഷത്ത്, പ്രജ്ഞാനം ബ്രഹ്മ. യജുർവേദത്തിലെ മഹാവാക്യം അഹം ബ്രഹ്മാസ്മി. ബൃഹദാരണ്യകോപനിഷത്തിലെ തത്വമസി, സാമവേദത്തിൽ വരുന്ന ഛാന്തോഗ്യോപനിഷത്തിലെ മഹാവാക്യം തത്വമസി. എന്താ തത്വമസി? ഏതൊന്നാണോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സാക്ഷിഭാവത്തിൽ സദാ നിങ്ങളുടെ ഉള്ളിൽ സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്, അതാവുന്നു നീ, അത് നീയാവുന്നു. തത്വമസി. വളരെ എളുപ്പം, കാണാതെ പഠിക്കാനൊന്നുമില്ല. ഇതങ്ങോട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങാതെ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ജ്യോതിസ്വരൂപം. ആ ജ്യോതിസ്വരൂപമാണ് ഇത്. വെളിപ്പെട്ടിട്ടില്ല, ആർക്കും ആരും കണ്ടിട്ടില്ല. പക്ഷേ അഗ്നി കണ്ടിട്ടുണ്ട്, വായു കണ്ടിട്ടുണ്ട്, ഇന്ദ്രൻ കണ്ടിട്ടുണ്ട്. ദേവന്മാർ അസുരന്മാരുടെയും യുദ്ധത്തിൽ ദേവന്മാർ അസുരന്മാരെ വിജയിച്ചപ്പോൾ അത് ഞങ്ങളുടെ വൈഭവം കൊണ്ടാണ് ഈ ജയം ഉണ്ടായത് എന്ന് ദേവന്മാർ സ്വയം അഹങ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ബ്രഹ്മം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു യക്ഷത്തിൻ്റെ രൂപത്തിൽ, ഒരു സ്തംഭത്തിൻ്റെ രൂപത്തിൽ, ഒരു ദീപസ്തംഭത്തിൻ്റെ രൂപത്തിൽ, ജ്യോതിസ്തംഭത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഉടനെ അഗ്നിയോട് പറഞ്ഞു, അഗ്നി, ഇതാരാണ് എന്താണ് എന്ന് ഒന്ന് അന്വേഷിച്ച് വരാൻ പറഞ്ഞു. ഉടനെ അഗ്നി അങ്ങോട്ട് പുറപ്പെട്ടു, ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അഗ്നി അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ആരാണ് നീ എന്ന് ചോദിച്ചു. നീ ആരാണ് എന്ന് തിരിച്ചുള്ള ചോദ്യമാണ് ഉണ്ടായത്. ഞാൻ അഗ്നിയാണ്. എന്താണ് നിൻ്റെ വൈഭവം? എനിക്കെന്തിനേയും ഭസ്മമാക്കാൻ കഴിയും, അതാണ് എൻ്റെ വൈഭവം. എന്തിനേയും വൈഭവം ഭസ്മമാക്കാൻ കഴിയുമോ? കഴിയും. ഉടനെ തന്നെ
അഗ്നിയുടെ മുമ്പിലേക്ക് ഒരു പുൽക്കൊടി എടുത്ത് ഇട്ട് കൊടുത്തു. ഇതിനെ ഒന്ന് എരിച്ചു കളയാൻ പറഞ്ഞു. ആ അഗ്നി അവിടെ പഠിച്ച പണി 18 നോക്കിയിട്ട് അനങ്ങുന്നില്ല, എരിയുന്നില്ല, മിണ്ടാതെ തിരിച്ചു പോയി. ഇന്ദ്രനോട് പറഞ്ഞു, എന്താ കണ്ടോ, എന്താണെന്ന് മനസ്സിലായോ? അയ്യോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഓ വായുവിനോട്, അപ്പോൾ അഗ്നി ബ്രഹ്മത്തെ കണ്ടു. എന്താ? ജ്യോതിസ്തംഭം, ബ്രഹ്മസ്തംഭം. വായുവിനോട് പറഞ്ഞു, നീ പോയി ഒന്ന് കണ്ടിട്ട് വരുമോ? ആരാണെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. വായുവും പോയി. ആരാണ് നീ ആരാണെന്ന് പറഞ്ഞു. ഞാൻ വായു. എന്താണ് നിനക്കുള്ള വൈഭവം? ഈ പ്രപഞ്ചത്തെ മുഴുവനും അടിച്ച് ഒടച്ച് തകർത്ത് തരിപ്പണമാക്കാൻ കഴിയും. ഒരു പുൽക്കൊടി എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതിനെ ഒന്ന് അടിച്ച് പറത്താൻ പറഞ്ഞു. തലകുത്തി പറഞ്ഞു നോക്കിയിട്ടും പുൽക്കൊടി അനങ്ങുന്നില്ല. വായുവും പിന്തിരിഞ്ഞു. വായുവും പറഞ്ഞു, മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഇനി അങ്ങ് തന്നെ പോകണം, വേറെ ആരെ കൊണ്ടും പറ്റില്ല. അഗ്നിയെ കൊണ്ടും പറ്റിയില്ല, വായുവിനെ കൊണ്ടും പറ്റിയില്ല, അതിനാൽ അങ്ങ് തന്നെ പോകണം എന്ന് പറഞ്ഞു. ഇന്ദ്രൻ സ്വയം ആരാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോൾ ആ സ്തംഭം അപ്രത്യക്ഷമായി. കണ്ടു, പക്ഷേ അപ്രത്യക്ഷമായി. ആ സ്ഥാനത്ത് ഒരു സുന്ദരിയുടെ രൂപം ദൃശ്യമായി. ആ സുന്ദരി ഉമ ആയിരുന്നു. ഉമ ഇന്ദ്രനോട് പറഞ്ഞു, ഇന്ദ്രൻ ചോദിച്ചു, ആരാണ്, എന്താണ് ആ സ്തംഭം, ആരാണത്? പറഞ്ഞു, അതാണ് ബ്രഹ്മം എന്ന് ഉമ പറഞ്ഞു. അങ്ങനെ 3 പേരാണ് ഈ ഭൂമിയിൽ ബ്രഹ്മത്തെ കണ്ടിട്ടുള്ളത്. വേറെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. അഗ്നി കണ്ടിട്ടുണ്ട്, വായു കണ്ടിട്ടുണ്ട്, പിന്നെ ആര്? ഇന്ദ്രൻ കണ്ടിട്ടുണ്ട്. ആ ജ്യോതിസ്വരൂപത്തെ എനിക്ക് എന്നിലേക്ക് ആവാഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും കൂടെ വയ്ക്കാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ, കാരണം എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നത് ബ്രഹ്മം തന്നെയാവുന്നു. ഞാനിതിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വള്ളിക്കാവിലമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ അമ്മയെ കാണുന്നതിന് മുമ്പേ ഞാൻ അമ്മയെ കണ്ടിട്ടുള്ളതാണ്. 1978 കണ്ടാണ് ഞാൻ അമ്മയെ നേരിട്ട് ശരീരരൂപത്തിൽ കാണുന്നത്. അതിനു മുൻപ് ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട്. ഞാൻ അമ്മയുമായിട്ട് ഒന്നായിരിക്കുകയാണ്. അത് അമ്മയാണെന്ന് അറിഞ്ഞുകൂടാ, അത് പള്ളിക്കാവിൽ അമ്മയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അതിനു മുമ്പ് ആറ്റുകാൽ ദേവിയുമായിട്ടുള്ള ബന്ധമാണ് എനിക്കുള്ളത്. ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആറ്റുകാൽ ദേവിയോട് ഞാൻ രാമകൃഷ്ണദേവൻ ഏതു പ്രകാരമാണോ ഭവതാരിണി ദേവിയുമായിട്ട് ഏകീഭാവത്തിലിരുന്നത്, അതുപോലെ ഞാൻ രാമകൃഷ്ണദേവൻ്റെ ഒരു അഡിക്റ്റായിരുന്നു. ആധ്യാത്മികമായിട്ടുള്ള എല്ലാം എനിക്ക് ലഭിച്ചത് ആ രാമകൃഷ്ണ വചനാമൃതത്തിൽ നിന്നാണ്. എന്നാൽ അതിനു മുൻപ് എനിക്ക് എല്ലാം കിട്ടിയത്, ഇതിനേക്കാൾ കൂടുതൽ കിട്ടിയത് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ നിന്നാണ്. എല്ലാം വിവേകാനന്ദ സാഹിത്യ സർവസ്വം ആ 8 വോളിയം നിങ്ങൾ അരച്ച് കലക്കി കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ സർവജ്ഞനാകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സിംഹതുല്യ പരാക്രമിയാകും. ഇതൊക്കെ പറയുന്ന അവസരത്തിൽ വിവേകാനന്ദന് സാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ സാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയില്ല. രാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിനിയും ജനിക്കേണ്ടി വരും എന്ന് രാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുണ്ട്. അതും ഞാൻ അംഗീകരിക്കില്ല. രാമകൃഷ്ണദേവന് ജനിക്കാൻ കഴിയുകയില്ല.
അത് അദ്ദേഹം മുറ്റുന്നതിന് മുൻപ് പറഞ്ഞതാണ്. രാമകൃഷ്ണദേവൻ മുറ്റുന്നതിന് മുൻപ് പറഞ്ഞതാണ്. അങ്ങനെ പലരും പലതും പറയുമല്ലോ. പക്ഷേ രാമകൃഷ്ണദേവൻ ആ ബ്രഹ്മവുമായിട്ട് താദാത്മ്യപ്പെട്ട രൂപമാണ്. അദ്ദേഹത്തിന് പുനർജന്മം ഇല്ല. എന്നാൽ വിവേകാനന്ദൻ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. വിവേകാനന്ദൻ്റെ ഭക്തന്മാരൊന്നും ശത്രുക്കളാകരുത്, ഇത് സത്യമാണ്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലത്ത് അദ്ദേഹം കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ സ്വീകരിച്ച മാർഗം തെറ്റായിപ്പോയി. അത് പറയുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ നേത്രങ്ങളിൽ നിന്ന് ചുടു കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഞാൻ സ്വീകരിച്ച മാർഗം തെറ്റായിപ്പോയി. എന്താ അദ്ദേഹം സ്വീകരിച്ച മാർഗം? അദ്ദേഹം ചിക്കാഗോയിൽ പോയി പ്രസംഗിച്ച് അവിടെ മുഴുവനും നടന്ന് പ്രഭാഷണം നടത്തി ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും രാമകൃഷ്ണദേവന് വേണ്ടിയിട്ട് ഒരാശ്രമം കെട്ടുന്നതിന് വേണ്ടിയിട്ട് റെഡിയാക്കി കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോൾ കൽക്കട്ടയിൽ മുഴുവനും ദുരിതം, ദാരിദ്ര്യം, രോഗം, പട്ടിണി. ഈ അവസ്ഥയിലെ ജനങ്ങളുടെ മുമ്പിൽ മറ്റെല്ലാം മറന്ന് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ് ആ പൈസ മുഴുവനും അതിനു വേണ്ടി ചെലവാക്കി വിവേകാനന്ദൻ. ജനക്ഷേമത്തിന് വേണ്ടി അദ്ദേഹം വിനിയോഗം ചെയ്തു. വീണ്ടും അദ്ദേഹം പോയി പ്രഭാഷണം നടത്തി ഉണ്ടാക്കിയ കാശുകൊണ്ടും ഭക്തന്മാരുടെ സംഭാവനകൾ കൊണ്ടുമാണ് വീണ്ടും അതൊക്കെ സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേട്ടം, അദ്ദേഹത്തിൻ്റെ നോട്ടം എന്ന് പറഞ്ഞത് സാമൂഹ്യ സേവനം, ജനങ്ങളുടെ സേവനം എന്നതിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം സത്യമാണ് എന്നുള്ള ധാരണയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് അറിഞ്ഞത്. അദ്ദേഹം എനിക്ക് ഗുരുതുല്യനാണ്. എങ്കിലും അവസ്ഥ ഇതാണ്. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി ഈ കാണുന്ന സംസാരം സത്യം, ഈ സംസാരത്തിലെ ജനങ്ങൾ സത്യം, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്തണം, അത് എൻ്റെ കർത്തവ്യമാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് തൻ്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് അതിനു വേണ്ടിയാണ് തൻ്റെ ജീവിതത്തെ അദ്ദേഹം ഹോമിച്ചത് എന്ന് അവസാനം അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ സ്വീകരിച്ച മാർഗം തെറ്റായിപ്പോയി എന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിവേകാനന്ദ സ്വാമി സാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാക്ഷാത്കാരം കിട്ടിയിട്ടില്ല എന്ന് പറയാനേ നമുക്ക് കഴിയൂ. കാരണം എന്താ? അത് സത്യമായതുകൊണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും പുനർജനിക്കേണ്ടി വരും. രാമകൃഷ്ണദേവൻ വീണ്ടും ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം ജനിക്കില്ല. കാരണം അദ്ദേഹം സാക്ഷാത്കാരം നേടിയ വ്യക്തിയാണ്. അവസാനം ആ തോതാപുരിയുടെ ശ്രമത്തിലൂടെ ആ ഭവതാരിണി ദേവിയുമായിട്ടുള്ള ബന്ധത്തെ വരെ വിച്ഛേദിപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളും ഇത് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് സ്വാമി വിവേകാനന്ദനെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. നമ്മുടെ അറിവിൽ തോന്നിയ സത്യം നമ്മൾ പറയുന്നു എന്നുള്ളത് മാത്രം. ഇതിനെതിരെ സംസാരിച്ചാൽ വിവേകാനന്ദൻ തന്നെ അത് തെളിയിച്ചു തരും. അതുകൊണ്ട് ആ തരത്തിലുള്ള ശ്രമങ്ങളൊന്നും നടത്തരുത്. ഇത് സത്യം. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളും ഓരോരുത്തരും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ പരമസത്യത്തിലേക്ക്
സദാ തിരിക്കണം. മറ്റതുപോലെ ഈ കാണുന്ന ലൗകികത്തിൽ കാണുന്നതൊക്കെ സത്യം, ഇവിടെ കടന്ന് കഷ്ടപ്പാട്, ജനങ്ങൾ കഷ്ടപ്പെടുന്നു, അവരെ സഹായിക്കാം എന്ന് പറഞ്ഞ് അവരിലേക്ക് ഇറങ്ങി പോവുകയല്ല വേണ്ടത്. അതൊക്കെ സാമൂഹ്യോദ്ധാരണം, അതൊക്കെ അതിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടുള്ള ആളുകൾ അത് നടത്തിക്കോട്ടെ. നമ്മൾ അതിലേക്കല്ല ശ്രദ്ധ തിരിക്കുന്നത്, നമ്മൾ ഉള്ളിലേക്ക്. ഇത് ഉള്ളിലേക്ക് തിരിഞ്ഞിരിക്കുന്നവരുടെ കാര്യം മാത്രമാണ്, അന്തർമുഖരുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. മറ്റത് ബഹിർമുഖർ. ആ അന്തർമുഖത്വം നിങ്ങളിൽ സദാ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ